ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത് കലത്തപ്പമാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. അരി കുതിർക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചേരുവകളും മതി. നമുക്ക് ഈ സൂപ്പർ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. കലത്തപ്പം ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ 1/4 കിലോ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിരാനിടണം. നമ്മളിവിടെ പച്ചരി കുതിരാനിട്ടിട്ട് ഇപ്പം 5 മണിക്കൂറായി. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരി ഇപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഒരു ചെറിയ 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ഇത് മട്ടേരിയുടെ ചോറാണേ. 1-2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയണേ. അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം മാവ് ഇവിടെ ഈ ഒരു ഡോസിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഇവിടെ ഇപ്പം 300 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുവിധം നല്ല മധുരമുണ്ട്. ഇത് കുറച്ച് മധുരം വേണമെന്നുള്ളവർ ഒരു 1/4 കിലോ എടുത്താൽ മതി. നമ്മൾ 1/4 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. മീഡിയം മധുരമൊക്കെ മതി എന്നുള്ളവർ 1/4 കിലോ അരിക്ക് 1/4 കിലോ ശർക്കര തന്നെ എടുത്താൽ മതി. ഞാനൊരു അല്പം കൂടെ കൂട്ടി 300 ഗ്രാമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ശർക്കരയൊന്നും ജസ്റ്റ് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഒരു നുൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് അരിഞ്ഞ് കിട്ടുന്നത് മാത്രം. ശർക്കര ഇവിടെ ഇപ്പം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കിനി ഈ ചൂടോട് കൂടി തന്നെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കര നമുക്കൊന്ന് അരിച്ചൊഴിക്കണം. ഇതിപ്പോൾ 2 പേരുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇവിടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിക്കുന്നതനുസരിച്ച് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടും കൂടി ഇരിക്കണം. അല്ലെങ്കിൽ മാവ് വെന്ത് പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചാൽ മതി. നമ്മൾ ഈ കലത്തപ്പം റെഡിയാക്കുന്നത് കുക്കറിലാണ്. അതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഒന്ന് ചൂടായി വന്ന ഉടനെ നമുക്കതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത് ചേർത്തൊന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് കളറ് മാറി വന്നാൽ നമുക്കതിലേക്ക് 1 പിടി ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പം തേങ്ങായും ഉള്ളിയും ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഇളക്കണം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം ഈ മാവ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിനി കുക്കർ അടയ്ക്കണം. ഇതിൻ്റെ വിസിൽ ഇടണ്ട. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി മുമ്പോട്ട്, മീഡിയം ഫ്ലെയിം വേണ്ട, ഒരല്പം കൂടി ഈ ലോയിൽ നിന്നും ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി.
കലത്തപ്പം ഉണ്ടാക്കുമ്പം നമ്മൾ ഈ ഒഴിക്കുന്ന മാവിന് നല്ല ചൂട് കാണണം. നമ്മൾ ശർക്കരപ്പാനി ചേർത്ത ഉടനെ ഒഴിക്കണം. അതുപോലെ തന്നെ കുക്കറിനും നല്ല ചൂട് കാണണം. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ചെറിയ ചെറിയ കൊമ്മള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല. ചെറിയ ചെറിയ കൊമ്മള വന്നിട്ടുണ്ട്. ഇതിപ്പം അലുമിനിയം കുക്കറായതുകൊണ്ട് ചുവടിന് നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ വേറെ പാൻ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റീലിൻ്റെ കുക്കർ എടുക്കുന്നവർ അടിക്ക് വേറെ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ പാൻ വെച്ച് കൊടുക്കുമ്പോൾ ആ പാൻ ആദ്യം തന്നെ വേറൊരു അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഈ കുക്കറിന് താഴെ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒരു 4-5 മിനിറ്റും കൂടെ വെച്ചുകൊണ്ടിരിക്കണം. ഒരു 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതുപോലെ നല്ല രീതിയിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കലത്തപ്പം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം. നമ്മുടെ കലത്തപ്പം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.